നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതുപോലെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. KPCC ഹൈക്കമാൻഡിന് ഉടൻ പട്ടിക കൈമാറും. DCC പ്രസിഡന്റ് VS ജോയിയെയും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. KPCC പ്രസിഡന്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഒരു ഘട്ടം വരെയും VS ജോയിയുടെ പേരാണ് പരിഗണിച്ചിരുന്നതെങ്കിലും പുതിയ KPCC പ്രസിഡന്റ് വന്ന സാഹചര്യത്തിൽ പുതിയ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരൊറ്റ പേര് മാത്രമാണോ ഹൈക്കമാൻഡിലേക്ക് പോകുന്നത്? ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രം? അരുൺകുമാർ, ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അനൌദ്യോഗിക ചർച്ചകൾ KPCC അധ്യക്ഷനുമൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും നടത്തി. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അത് ഹൈക്കമാൻഡിനെ അറിയിക്കും. ഉടൻ തന്നെ ഒറ്റപ്പേരുള്ള പട്ടിക കൈമാറും. നേരത്തെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിർദ്ദേശമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നാകെ വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പേരിലേക്ക് ചർച്ചകൾ എത്തിച്ചത്. നേരത്തെ K സുധാകരൻ അധ്യക്ഷനായിരിക്കെയാണ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഒരു ധാരണയുണ്ടായത്. പിന്നീട് സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം വന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കൂടിയാലോചന നടത്തിയപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്ത് വരട്ടെ എന്ന അഭിപ്രായം കൂടുതൽ നേതാക്കൾ ഉയർത്തി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ VS ജോയിയെ പരിഗണിച്ചിരുന്നു. സർവേ അടക്കം VS ജോയിക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു VS ജോയിയെ അങ്ങനെ പരിഗണിച്ചത്. സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ഏതായാലും UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഏത് സമയത്തും ഉണ്ടാകും. ഇനി ഹൈക്കമാൻഡിന് പട്ടിക കൈമാറിയാൽ തൊട്ടുപിന്നാലെ തന്നെ അംഗീകാരം നൽകും. അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം രാത്രിയോടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ നാളെ രാവിലെ പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC അധ്യക്ഷനും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട തീരുമാനം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നാളെ കൊച്ചിയിലെത്തുന്ന നേതാക്കൾ അനൌദ്യോഗികമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട്. അരുൺകുമാർ, അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ് ഇപ്പോൾ ഹൈക്കമാൻഡിലേക്ക് പോകുന്നത് എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്തത്. VS ജോയിയുടെ പേര് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു. പിന്നീട് അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തിലേക്ക് മാറുകയായിരുന്നു. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് KPCC പേര് വിവരം ഹൈക്കമാൻഡിന് കൈമാറുക. ഹൈക്കമാൻഡായിരിക്കും നാളെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അങ്ങനെ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള തീരുമാനം ആര്യാടൻ ഷൗക്കത്തിൽ എത്തി നിൽക്കുന്നു.